നടനും കവിയുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കത്തിജ്വലിക്കുന്ന ഓർമ്മകൾ, ചിദംബര സ്മരണ. നമസ്കാരം, ഞാൻ പാർവതി. കവിത എന്ന പോലെ ഗദ്യവും അനായാസമാണ് തൂലികയിൽ നിന്നും രൂപം കൊള്ളുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സമത് സൗന്ദര്യമായ രചന, അതെ, ചിദംബര സ്മരണ. ഇതൊരു അനുഭവക്കുറിപ്പാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ. അതായത് ഇതിൽ 34 അധ്യായങ്ങളാണുള്ളത്. ആ 34 അധ്യായങ്ങളിലും ഓരോ വ്യത്യസ്തകരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ അധ്യായത്തിനും അതിന്റെ അനുയോജ്യമായിട്ടുള്ള തലക്കെട്ടും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതില് എനിക്ക് എന്നെ കൂടുതൽ സ്വാധീനിച്ച കുറച്ച് അനുഭവങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ആദ്യം തന്നെ ഇരന്നുണ്ട ഓണം. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം, അല്ലേ? നമ്മൾ പൂക്കളമിടും, നല്ല വസ്ത്രങ്ങൾ ധരിക്കും, സദ്യ ഉണ്ണും, ഊഞ്ഞാലാടും. പക്ഷേ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഓണം അങ്ങനെ ആയിരുന്നില്ല. വലിയ തറവാട്ടുകാരനായിരുന്നു ബാലൻ. തന്റെ 18ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. കൂടെ സ്നേഹിതയായിട്ടുള്ള വിജയലക്ഷ്മിയെയും കൂട്ടി. അന്ന് അവർ രണ്ടുപേരും കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവർ ഹോസ്റ്റലിൽ തങ്ങി. അങ്ങനെ ഒരു ദിവസം ഓണം വന്നെത്തി. ബാലന് ആ ഓണ ദിവസം കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വലിയൊരു കവിയായിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഒരു വീട്ടിലേക്ക് വിശപ്പ് സഹിക്കാനാവാതെ അന്ന് പോയി. കുടുംബക്കാർ വിചാരിച്ചത് അദ്ദേഹം ഒരു പിച്ചക്കാരനാണെന്നാണ്. അങ്ങനെ വീടിന്റെ പിൻവശത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിന് ചോറ് കൊടുത്തു. അപ്പോൾ അവിടെയുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഏകദേശം ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി. ആ പെൺകുട്ടിയാണ് അദ്ദേഹത്തിനെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. തന്റെ കോളേജിൽ കവിത ചൊല്ലാൻ വന്ന വ്യക്തിയാണ് ഈ ബാലൻ എന്ന്. അപ്പോ ആ ഒരു നിമിഷം ബാലചന്ദ്രൻ ഉണ്ടായ അപമാനം നിങ്ങൾ നോക്കിക്കേ. എല്ലാവരും വിചാരിക്കും കവിയല്ലേ, നല്ല പണമെല്ലാം ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ ഇരന്നുണ്ട ഒരു ഓണത്തിന്റെ സദ്യ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര അപമാനമായിരിക്കും. അടുത്തത്, രണ്ടാമത്തത് എൻ്റെ ഗുരുനാഥൻ എന്നതാണ്. അതില് ഗുരുനാഥൻ എന്ന് പറയുന്നത് GN പിള്ളയെ കുറിച്ചാണ്. അദ്ദേഹം ഒരു നടനായിരിക്കാം, എങ്കിലും ബാലചന്ദ്രന്റെ കണ്ണിൽ അദ്ദേഹം തൻ്റെ പ്രിയ ഗുരുനാഥൻ തന്നെയാണ്. പക്ഷെങ്കില് ഗുരുനാഥന് GN പിള്ളയ്ക്ക് ഒരുപാട് അറിവൊക്കെ ഉണ്ട്. ബാലചന്ദ്രന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബാലൻ ഗുരുവിനോട് ചോദിച്ചു, എന്താണ് ഈ സ്നേഹത്തിന്റെ അർത്ഥം? അപ്പൊ ഗുരു പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്: ഹിൻസ് എന്ന ധാതുവിന്റെ വിപരീതമായ സ്നേഹ് എന്ന ധാതുവിൽ നിന്നാണ് സ്നേഹം എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. ഹിൻസ് എന്ന ധാതുവിൽ നിന്നുമാണ് സ്നേഹ് ഉത്ഭവിക്കുന്നത്. ഹിംസയുടെ വിപരീതമാണ് സ്നേഹം. അതായത് സ്നേഹം ഹിംസയാകുന്നു. മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പൂർണ്ണമായ അഹിംസയാകുന്നു സ്നേഹം എന്നാണ് ഗുരുവിന്റെ ഉത്തരം. നമുക്കപ്പോൾ മനസ്സിലാക്കാം അദ്ദേഹത്തിന് എത്രത്തോളം അറിവാണുള്ളതെന്ന്. അടുത്തത് ചോരയുടെ വില. അതെന്നെന്താ പറയാ, നമുക്കൊരു സങ്കടത്തിൽ ആഴ്ത്തുന്ന ഒന്നാണ്. ബാലന് തന്റെ വീട്ടിലേക്ക്, അതായത് ഹോസ്റ്റലിലേക്ക് പോകാന് കാശില്ല. അങ്ങനെ അദ്ദേഹം ചോര വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ചോരയൊക്കെ വിറ്റു. അപ്പോഴാണ് ബാലചന്ദ്രൻ ആ കാഴ്ച കാണുന്നത്. ഒരു യുവാവ് തന്റെ പെങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി അവരുടെ രക്തം ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മരുന്ന് മേടിക്കും. പക്ഷേ ആ മരുന്നിന്റെ പൈസ ഭയങ്കര വലുതാണ്. അപ്പോ ആ പൈസ അവന്റെ കയ്യിലില്ല. ഇനിയും പണം വേണം, എന്നാലേ മരുന്ന് കിട്ടത്തുള്ളൂ. അങ്ങനെ ബാലചന്ദ്രൻ രക്തം ഡൊണേറ്റ് ചെയ്ത പണം കൊണ്ട് അവന് കൊടുത്തു. അവർ നല്ല സുഹൃത്തായി. അപ്പോൾ ബാലചന്ദ്രൻ
ചിന്തിച്ചത് തൻ്റെ പ്രിയ പെങ്ങളെ കുറിച്ചാണ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മിന്നാമിനുങ് എന്നതാണ്. അതായത് ബാലചന്ദ്രന്റെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ വീട്ടുകാരി ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. അവരുടെ ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകന് എന്തോ രോഗമാണ്. അവന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ആ ജോലിക്കാരിയുടെ മകൻ. അങ്ങനെ ഒരു ദിവസം മിന്നാമിനുങ്ങിനെ, അതായത് ബാലൻ മിന്നാമിനുങ്ങെ പിടിച്ചിട്ട് കുപ്പിയിലിട്ടു. അത് അവന്റെ ഉറ്റ സുഹൃത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവൻ പറഞ്ഞ സംഗതി ഇതാണ്: മിന്നാമിനുങ്ങിനെ ഇങ്ങനെയൊന്നും കുപ്പിയിലൊന്നും ഇടാൻ പാടില്ല. മരിച്ചവരുടെ ആത്മാവാണ് ഇങ്ങനെ മിന്നാമിനുങ്ങായിട്ട് മാറുന്നത്. അപ്പത്തേക്കും ബാലൻ പേടിച്ചു പോയി. പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് തന്റെ സുഹൃത്തിനെ ബാലൻ കാണുന്നത്. പിന്നീടാണ് അറിഞ്ഞത് അവൻ മരിച്ചു എന്ന്. അപ്പോ ബാലൻ ഓർത്തത് ഞാനിപ്പോ പറഞ്ഞ ഓർമ്മയാണ്, സ്മരണയാണ്. അപ്പോ ബാലൻ ഇങ്ങനെയാണ് വിചാരിച്ചത്: മിന്നാമിനുങ്ങായി അവനെ എപ്പോഴെങ്കിലും എനിക്ക് കാണാൻ സാധിക്കുമെന്ന്. പിന്നെ ഉള്ളത് അച്ഛൻ എന്നൊരു അധ്യായമാണ്. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 18 വയസ്സിൽ വീട് വിട്ടിറങ്ങിയെന്ന്. അച്ഛനുമായിട്ടുള്ള തർക്കത്തിനിടയിലാണ് ബാലൻ വീട് വിട്ടിറങ്ങിയത്. പിന്നെ അവൻ വലിയ കവിയായി, വലിയ ആളൊക്കെ ആയി. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത ബാലൻ അറിയുന്നത്: തൻ്റെ അച്ഛൻ മരിച്ചു എന്ന്. തൻ്റെ തറവാട്ടിലേക്ക് കാലെടുത്ത് വെച്ചു ബാലൻ. അപ്പോൾ അവന്റെ അമ്മ ഒരു ക്രൂരമായ ചിരി ബാലനെ നോക്കി ചിരിച്ചു. എന്തിനാണ് അങ്ങനെ? തൻ്റെ അച്ഛനോട് ബാലൻ തർക്കിച്ചിട്ട് പോയി. ആ ഒരു സംഭവം ആ അമ്മയുടെ മനസ്സിൽ വല്ലാതെ തട്ടിയിരിക്കാം. അതിന്റെ പ്രതികാരമായിട്ടായിരിക്കും ആ ക്രൂര ചിരിച്ചത്. ഇത് ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ പറയുന്നത് ഒരു തൻ്റെ സഹപാഠിയുടെ ഓർമ്മയാണ്. ഇതോടുകൂടി ആ അനുഭവക്കുറിപ്പുകളൊക്കെ പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായമാണ്, അതായത് ഇതിൻ്റെ അകത്ത് 34 അധ്യായങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നും എന്താ പറയുക, അത് ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത് എനിക്കൊന്ന് തോന്നലുണ്ട്. അത് കാരണം ഇപ്പോൾ ഫസ്റ്റ് ഉള്ളത് കോളേജ് പഠിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ 2ാമത്തെ അധ്യായത്തിൽ വരുന്നത് അവൻ്റെ കുട്ടിക്കാലം. അങ്ങനെയൊക്കെയാണ്. അവൻ വിദേശത്ത് പോയി, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു രസം ഉണ്ടാവും, വായനക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പിന്നെ നെടുമുടി വേണു, മുരളി എന്നീ നടന്മാരെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കവിതയോട് താല്പര്യമുള്ള ബാലൻ കമലഹാസന്റെയും മാധവിക്കുട്ടിയുടെയും പ്രിയപ്പെട്ടവനായിരുന്നു. അതുപോലെ തന്നെ കവിതയാണ് അവന്റെ സമ്പാദ്യം. തന്റെ കവിത കൊണ്ട് മാത്രമാണ് അവൻ വിദേശത്ത് പോയത്, കുറെ ആളുകളെ പരിചയപ്പെടാനും സാധിച്ചത്. അദ്ദേഹത്തെ തന്റെ ജീവിതത്തിലേക്ക് നയിച്ചതും കവിത തന്നെയാണ്. നന്ദി.